So hi guys, welcome to Bit Sandbox. ഇന്ന് IPv4 address and subnettingന്റെ second part ആണ്. So ഇതിൽ നമ്മൾ subnetting formulas and block size ആണ് പഠിക്കുന്നത്, which is very important for subnetting problems. Okay. So നമ്മൾ number of subnets, core formulas എന്ന് പറയുമ്പോൾ number of subnets കണ്ടുപിടിക്കാനുള്ള formula, usable host per subnet, block size, ഇത് മൂന്നുമാണ് ഭയങ്കര important ആയിട്ടുള്ള formula subnetting. സോ നമ്പർ ഓഫ് സബ്നെറ്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് 2n ആണ്. എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോറോഡ് ബിറ്റ്സ് ആണ്. ബോറോഡ് ബിറ്റ്സ് എന്ന് പറയുമ്പോൾ ഹോസ്റ്റ് പാർട്ടിൽ നിന്ന് നെറ്റ്വർക്ക് പാർട്ടിൽ വേണ്ടിയിട്ടുള്ള സബ്നെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബിറ്റ്സ് ആവശ്യമുണ്ട്. ആ ബിറ്റ്സ് ഹോസ്റ്റ് പാർട്ടിൽ നിന്ന് ബോറോ ചെയ്യുന്നതിനെയാണ് നമ്മൾ ആ ബോറോ ചെയ്യുന്ന നമ്പർ, എത്രയാണ് ബിറ്റ്സ് ബോറോ ചെയ്യുന്നത്, അതാണ് n എന്ന് പറയുന്നത്. സോ അത് 2n ആണ് നമ്പർ ഓഫ് സബ്നെറ്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ. ആൻഡ് അടുത്ത യൂസബിൾ ഹോസ്റ്റ് പെർ സബ്നെറ്റ്. ഒരു സബ്നെറ്റിൽ എത്ര യൂസബിൾ ഹോസ്റ്റ് ആണ് ഉള്ളത് എന്നാണ്. 2h-2 എന്ന് പറഞ്ഞാൽ h എന്ന് പറയുന്നത് ഹോസ്റ്റ് ബിറ്റ്സ് ലെഫ്റ്റ്, എത്ര ഹോസ്റ്റ് ബിറ്റ്സ് ആണ് ഉള്ളത്. ബാക്കി നമ്മൾ ബോറോ ചെയ്യുന്നു. സോ നമ്മൾ നെറ്റ്വർക്ക് പാർട്സ് ഓൾറെഡി ഉണ്ട്. ഓക്കെ. നെറ്റ്വർക്ക് പാർട്ടിൽ നിന്ന് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹോസ്റ്റ് പാർട്ടിൽ നിന്ന് കുറച്ച് ബിറ്റ്സ് ബോറോ ചെയ്യുന്നു. ആ ബിറ്റ്സ് ആണ് n എന്ന് പറയുന്നത്. ആൻഡ് ഹോസ്റ്റ് ബിറ്റ്സ് നിന്ന് ബോറോ ചെയ്ത് ഒഴിച്ച് ബാക്കിയുള്ള ലെഫ്റ്റ് ഔട്ട് ആയിട്ടുള്ള ഹോസ്റ്റ് ബിറ്റ്സിനെയാണ് നമ്മൾ h എന്ന് പറയുന്നത്. ഓക്കെ. സോ യൂസബിൾ ഹോസ്റ്റ് പെർ സബ്നെറ്റ് എന്ന് പറയുമ്പോൾ 2h-2. കാരണം രണ്ട് മൈനസ് ചെയ്യുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഓരോ യൂസബിൾ ഹോസ്റ്റിലെ ഫസ്റ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഐ ഡിയും ലാസ്റ്റ് ഹോസ്റ്റ് എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റ് ഐ ഡിയുമാണ്. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് മനസ്സിലാവും. പിന്നെ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് 256 മൈനസ് എന്താണ് മാസ്ക് ഓഫ് ലാസ്റ്റ് ഒക്ടല്ല, മാസ്ക് ഓഫ് ഇൻട്രസ്റ്റിംഗ് ഒക്ടക്ട്. ഇൻട്രസ്റ്റിംഗ് ഒക്ടക്ട് എന്ന് പറയുമ്പോൾ ഒക്ടക്ട് 255 ആകാൻ പാടില്ല, 0 ആകാൻ പാടില്ല. സോ ഇവിടെ ഒരു എക്സാമ്പിളിൽ 255.255.255.192 ആണ്. സോ ഇത് 250 അല്ല, ഇത് 250 ആയിട്ട് ഇതൊന്നും ഇൻട്രസ്റ്റിംഗ് ഒക്ടക്ട് അല്ല. 192 ആണ് ഇവിടെ നമ്മൾ എടുക്കുന്ന ഒക്ടക്ട്. ഓക്കെ. സോ നമുക്ക് സ്റ്റെപ്സ് ടു സോൾവ് എനി സബ്നെറ്റിംഗ് പ്രോബ്ലത്തിലോട്ട് പോവാം. സോ സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര സബ്നെറ്റ്സ് വേണം എന്ന് മനസ്സിലാക്കണം. ക്വസ്റ്റ്യൻ തരുന്ന പോലെയാണ്. ബോറോ ബിറ്റ്സ്, എത്ര ബിറ്റ്സ് നമ്മൾ ബോറോ ചെയ്യണം. കാരണം എത്ര സബ്നെറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു 10 സബ്നെറ്റ്സ് ആണ് വേണ്ടെങ്കിൽ 2n എന്ന് പറയുന്നത് ഈക്വൽ ടു 10 ആവണം. സോ 2n ഈക്വൽ ടു 10 ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 ആണ്. നമ്മൾ 2n എന്ന് പറയുന്നത് 10 ഇല്ല. 2 എന്ന് പറയുന്നത് 8 ആണ്. 2 എന്ന് പറയുന്നത് 16 ആണ്. സോ 8 എന്ന് പറയുമ്പം 8 ആണ് എടുക്കുന്നതെങ്കിൽ എന്നായിട്ട് നമുക്ക് എന്താണ് 10 സബ്നെറ്റ്സ് കിട്ടത്തില്ല. 2n എന്ന് പറയുന്നത് 16 ആകുന്ന ഏതാണ്? 4. 16 എടുക്കുമ്പോൾ നമുക്ക് 10 സബ്നെറ്റ്സ് കിട്ടും. സോ നമുക്ക് 16 എടുക്കാം. സോ 2 ആണ് നമ്മൾ എടുക്കുന്നത്. സോ എത്ര ബിറ്റ്സ് ബോറോ ചെയ്യണം? 4 ബിറ്റ്സ് ബോറോ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അത് പ്രോബ്ലംസിലോട്ട് പോകുമ്പോൾ മനസ്സിലാവും. അതേപോലെ തന്നെ കാൽക്കുലേറ്റ് ദ ന്യൂ സബ്നെറ്റ് മാസ്ക്. ബോറോ ബിറ്റ്സ് നമ്മൾ നെറ്റ്വർക്ക് ബിറ്റ്സ് ആയിട്ട് എടുത്തിട്ട് പുതിയ സബ്നെറ്റ് മാസ്ക് കാൽക്കുലേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ബ്ലോക്ക് സൈസ് കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ നെറ്റ്വർക്ക് IDs ലിസ്റ്റ് ചെയ്യും, ബ്രോഡ്കാസ്റ്റ് IDs കണ്ടുപിടിക്കും, വാലിഡ് ഹോസ്റ്റ് റേഞ്ച് കണ്ടുപിടിക്കും. സോ നമുക്കൊരു വർക്ക്ഡ് എക്സാമ്പിളിലോട്ട് കടക്കാം. സോ ഇതാണ് 192.168.10.0 ബാർ 24 ആണ് നമ്മുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. സോ നമുക്ക് ഡു പ്രോബ്ലംസ്. ഓക്കെ. നമ്മൾ വർക്ക്ഡ് എക്സാമ്പിൾസിൽ പോകുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. സോ ഇതൊരു നെറ്റ്വർക്ക് ബിറ്റ് ആണെന്ന് വയ്ക്കുക. ഇതിൽ 3 നെറ്റ്വർക്ക് ബിറ്റാണുള്ളത്. ഓക്കെ. സോ ഇത് നമ്മുടെ 192 അല്ലേ. സോ ഇതൊരു ക്ലാസ് B നെറ്റ്വർക്ക് ആണ്. സോ ക്ലാസ് ബിയിലെ ക്ലാസ് C നെറ്റ്വർക്ക് ആണ്. സോ അതിൽ ഫസ്റ്റ് 3 ഒക്ടറ്റ്സ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് ബിറ്റ്സും ലാസ്റ്റ് എന്ന് പറയുന്നത് ഹോസ്റ്റ് ബിറ്റുമാണ്. ഓക്കെ. സോ ഇത് നെറ്റ്വർക്ക് ബിറ്റാണ്, ഇത് നെറ്റ്വർക്ക് ബിറ്റാണ്, ഇത് നെറ്റ്വർക്ക് ബിറ്റാണ്. ഓക്കെ. ആൻഡ് ഇത് ഹോസ്റ്റ് ബിറ്റ്. സോ നെറ്റ്വർക്ക് ബിറ്റ് എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് ബിറ്റ്സ് സെയിം ആയിരിക്കും. കാരണം ഒരേ നെറ്റ്വർക്കിലുള്ള ഇത് ഇത്രയും സെയിം ആണെങ്കിൽ ഒരു നെറ്റ്വർക്ക് ആണെന്നാണ് അർത്ഥം. ഇതിൽ ഇത്രയും നെറ്റ്വർക്ക് ബിറ്റ്സ് അല്ലേ ഉള്ളത്. സോ ഇത് ഇത്രയും ഒരു നെറ്റ്വർക്ക്. സോ ഫസ്റ്റ് 3 ഒക്ടറ്റ്സ് ഇത് വരുന്നത് 192.168.10 വരുന്നത് എല്ലാം സെയിം നെറ്റ്വർക്കിലുള്ളതാണ്. ഓക്കെ. ആൻഡ് ഹോസ്റ്റ് ബിറ്റ്സ് മാത്രം മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. സോ നമ്മൾ ഇതിലുള്ള അടുത്ത IP അഡ്രസ്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? 192.168.10. ഇത് ഞാൻ സെയിം ആയിരിക്കും എന്ന് പറഞ്ഞു. ആൻഡ് ഹോസ്റ്റ് ബിറ്റ് മാറും. ഹോസ്റ്റ് ബിറ്റിൽ നിന്ന് 1 കൂട്ടും. അപ്പോൾ ഇതാണ് അടുത്തത്. ഓക്കെ. 192.168.10 ഇത്രയും പെർമനന്റ് തന്നെ ആയിരിക്കും. അടുത്തത് എന്താണ്? 0.2. 192.168.10.
3 അടുത്തത്. അങ്ങനെ ഇത് ഇത്രയും സെയിം ആയിക്കൊണ്ടിരിക്കും. 0.4, 0.5, 0.6 അങ്ങനെ പോകും. ഓക്കെ, കണ്ടല്ലോ, അങ്ങനെ പോകും. 0.6. ഇനി അടുത്ത ഈ ഒരു അവസാനത്തെ ഒക്ടറ്റ് മാത്രം മാറും. കാരണം അവസാനത്തെ ഒക്ടറ്റ് മാത്രമാണ് നമ്മുടെ നെറ്റ്വർക്ക് ബിറ്റ്സ് എന്ന് പറയുന്നത്, ഹോസ്റ്റ് ബിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് 3 നെറ്റ്വർക്ക് ബിറ്റ്സ് ആണ്, വിച്ച് വിൽ നോട്ട് ചേഞ്ച്. ഇത് ഇത്രയും ചേഞ്ച് ആകത്തില്ല. ഈ ഒരു ഇത്രയും ഒക്ടറ്റ്സ് ചേഞ്ച് ആകത്തില്ല. അവസാനത്തെ ഒക്ടറ്റ് മാത്രം 0, 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ 192.168.10.0 തൊട്ട് 255 വരെ വരും. കാരണം ഇത് ഇത്രയും സെയിം ആണ്, ഇത് ഇത്രയും സെയിം ആണ്. ഓക്കെ, 0, 1, 2, 3, 4, 5 അങ്ങനെ 255 വരെ പോകും. ഓക്കെ, അങ്ങനെ 255 വരെ പോകും. കാരണം ഓരോ ഒക്ടറ്റ്സും മാക്സിമം പോകാൻ പറ്റുന്നത് 255 ആണ്. സോ ഈ ഒക്ടറ്റ് മാക്സിമം എത്ര വരെ പോകും? 255 വരെ പോകും. സോ ഇതൊരു IP റേഞ്ച് ആണെന്ന് വെച്ചോ, ഈ IP റേഞ്ചിൽ നമ്മുടെ ഫസ്റ്റ് IP എന്ന് പറയുന്ന ഇതും ലാസ്റ്റ് IP എന്ന് പറയുന്നത് ഇതും ആണെന്ന് വെച്ചോ. ഓക്കെ, ഇതൊരു IP റേഞ്ചാണ്. ഇതിൻ്റെ ഫസ്റ്റ് IP എന്ന് പറയുന്നത് ഇതാണ്, ലാസ്റ്റ് IP എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ആൻഡ് ഈ IP-യിൽ ഞാൻ പറഞ്ഞു ഒരു ഹോസ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഐ ഡി ആയിട്ട് പോകും. ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റ് ID ആയിട്ടും പോകും. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ അസ്യൂം ചെയ്യാണ് ഇതൊരു IP റേഞ്ച് ആണ്. ആൻഡ് ഇതിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ID, അതായത് ഇത്. ആൻഡ് ഇതിൻ്റെ നെക്സ്റ്റ് ID എന്ന് പറയുന്നത് ലാസ്റ്റ് ID എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റ് ID ആയിട്ടും പോകും. സോ ആൻഡ് ഇതിൻ്റെ നടുക്കുള്ള IDs, ദാറ്റ് ഈസ് 192.168.10.0 കഴിഞ്ഞാൽ അടുത്ത ID ഏതാണ്? 192. ഇത് ഇത്രയും സെയിം ആണ്, കാരണം ഇത് ഇത്രയും എന്താണ്, നെറ്റ്വർക്ക് ബിറ്റ്സ് ആണ്. 1.0 ആണേ. അതിൻ്റെ അടുത്ത ID എത്രയാണ്? 1. ഓക്കെ, വീണ്ടും 192.168.10. അടുത്ത ID എത്രയാണ്? 2. അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയി ലാസ്റ്റ് IDയിലോട്ട് എത്തുവാണ്. 192.168.10.254, 192.168.10.255. ഓക്കെ, സോ 0, 1, 2, 3, 4, 5, 6 അങ്ങനെ 254, 255 വരെ എത്തുവാണ്. ഓക്കെ, സോ ഈ IP റേഞ്ചിൽ ഇത്രയും IDs ആണുള്ളത്. 192.0, 1, 2, 3, 4, 5, 6, 7 അങ്ങനെ 254, 255 വരെ എത്തി. സോ ഇത് എന്ന് പറയുന്നത് നെറ്റ്വർക്ക് IDയും ഇതെന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റ് ID ആയിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ റേഞ്ച് എത്രയാണ്? 192.168.10.1 തൊട്ട് 192.168.10.254 വരെയാണ് അതിൻ്റെ റേഞ്ച് എന്ന്, വാലിഡ് ആയിട്ടുള്ള റേഞ്ച്. സോ അതെങ്ങനെയാണ്? സോ ഇതിൻ്റെ വാലിഡ് റേഞ്ച് എന്ന് പറയുന്നത് 192.168.10.1 to 192.168.10.255 വരെയാണ്. സോ ഇത് എന്താണ്? അതിൻ്റെ നെറ്റ്വർക്ക് ID. ഈ റേഞ്ചിൻ്റെ നെറ്റ്വർക്ക് ID ആണ് ഇത്. ആൻഡ് ഈ റേഞ്ചിൻ്റെ ബ്രോഡ്കാസ്റ്റ് ID ആണ് ഇത്. സോ നമ്മൾ സബ്നെറ്റിംഗ് കണ്ടുപിടിക്കുമ്പോൾ ഈ ഒരു സംഭവം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ ഇനി നമുക്ക് പ്രോബ്ലത്തിലോട്ട് കിടക്കാം. ഞാൻ കാണിച്ച വർക്ക്ഡ് എക്സാമ്പിളിലോട്ട് കിടക്കാം. ഓക്കെ, സോ ഹായ് ഗൈസ്, നമ്മുടെ വർക്ക്ഡ് എക്സാമ്പിളിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 192.168.10.0 ആണ്. /24 ആണ് നമുക്ക് തന്നിരിക്കുന്ന IP അഡ്രസ്സ്. അതിൽ നമ്പർ ഓഫ് സബ്നെറ്റ്സ് 6 സബ്നെറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുമ്പം /24 എന്ന് പറയുമ്പം സബ്നെറ്റ് മാസ്കിൽ 24 വൺസ് വരും. ഓക്കെ, ഫസ്റ്റ് ഒക്ടറ്റിൽ 8 ബിറ്റ്സ് ആണുള്ളത്, സെക്കൻഡ് ഒക്ടറ്റ്സിലും 8 ബിറ്റ്സ് ആണുള്ളത്, തേർഡ് ഒക്ടറ്റ്സ് അങ്ങനെ 4 ഒക്ടറ്റ്സിലും ഓരോ ഒക്ടറ്റ്സിലും 8 ബിറ്റ്സ് ആണുള്ളത്. സോ /24 വൺസ് എന്ന് പറയുമ്പം ഇതിൽ 8 വൺസ് ഇടും, ഇതിൽ 8 വൺസ് ഇടും, ഇതിൽ 8 വൺസ് ഇടും. സോ എത്രയാകും? 8 × 3 = 24 ബിറ്റ്സ് നമുക്ക് ഓൾറെഡി ആയി. എന്നിട്ട് ബാക്കിയെല്ലാം നമ്മൾ 0 കൊണ്ട് ഫില്ല് ചെയ്യും. ഓക്കെ, അങ്ങനെ 8 zeros കൊണ്ട് ഫിൽ ചെയ്യും. അപ്പോൾ തന്നിരിക്കുന്ന സബ്നെറ്റ് മാസ്ക് എന്ന് പറഞ്ഞാൽ 255.255.255.0 ആണ്. കാരണം ഇതിനെ നമ്മൾ ഡെസിമൽ ഫോമിലാക്കുമ്പോൾ നമുക്ക് ഈ 8 വൺസിന് ഡെസിമൽ ഫോമിലാക്കുമ്പോൾ നമുക്ക് 255 കിട്ടും, 8 വൺസിന് ഡെസിമൽ ഫോം ആക്കുമ്പോൾ നമുക്ക് 255 കിട്ടും. അടുത്ത ഒക്ടറ്റിലുള്ളതിനെ നമ്മൾ ഡെസിമൽ ഫോമിലാക്കുന്നു, അടുത്ത ഒക്ടറ്റിലുള്ളത് നമ്മൾ ഡെസിമൽ ഫോമിലാക്കുന്നു. ഇതാണ് നമ്മുടെ ഗിവൺ സബ്നെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഗിവൺ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ 6 സബ്നെറ്റ്സ്, ഈ സബ്നെറ്റ് മാസ്ക് നമ്മൾ 6 സബ്നെറ്റ് കണ്ടുപിടിക്കും.
സോ ഇത് ഇത്രയും നെറ്റ്വർക്ക് ബിറ്റ്സ് ആണ്. ഈ 255 ഉള്ളത് അത്രയും നെറ്റ്വർക്ക് ബിറ്റ്സും ഈ 0 ഉള്ളത് ഹോസ്റ്റ് ബിറ്റുമാണുള്ളത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഹോസ്റ്റ് ബിറ്റിൽ നിന്ന് n ബിറ്റ്സ് നമ്മൾ ബോറോ ചെയ്യണം. n ബിറ്റ്സ് ബോറോ ചെയ്യാണ് നമുക്ക് വേണ്ടത്. സോ n ബിറ്റ്സ് എന്ന് പറയുമ്പം നമുക്ക് 6 സബ്നെറ്റ്സ് അല്ലേ വേണ്ടത്. സോ 2n ഏതാണോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 വരുന്നതെന്ന് കണ്ടുപിടിക്കണം. സോ 2n എന്ന് പറയുന്നത് ഏതാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 2 എന്ന് പറയുന്നത് 4ഉം ആൻഡ് 2 എന്ന് പറയുന്നത് 8ഉമാണ്. സോ 4 എന്ന് പറയുന്നത് 6നെക്കാട്ടിലും ലെസ്സാണ് ആൻഡ് 8 എന്ന് പറയുന്നത് 6നെക്കാട്ടിലും ഗ്രേറ്റർ ആണ്. സോ നമ്മൾ 2 എടുക്കും. സോ ഇത് മായ്ച്ചു കളയും. നമ്മൾ 2 എടുക്കും. സോ n എത്രയാണ്? n എന്ന് പറയുന്നത് 2n ആണ് നമ്മൾ എടുക്കുന്നത്. സോ n എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. സോ നമുക്ക് 3 ബിറ്റ്സ്, സോ ഇവിടെ n നമ്മൾ മായ്ച്ചിട്ട് 3 എഴുതുന്നു. 3 ബിറ്റ്സ് നമ്മൾ ഹോസ്റ്റ് പാർട്ടിൽ നിന്ന് ബോറോ ചെയ്യുന്നു. സോ നമ്മളെ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ 3 ബിറ്റ്സ് ഇവിടെ നിന്ന് ബോറോ ചെയ്യുമ്പം സോ ഇങ്ങനെയാണ് നമ്മൾ ബോറോ ചെയ്യേണ്ടത്. ഈ 1 കഴിഞ്ഞ് കണ്ടിന്യൂസ് 1s അല്ലെങ്കിൽ കണ്ടിന്യൂസ് 0s ആണ് വേണ്ടത്. സോ നമ്മൾ ഇവിടെ നിന്ന് ബോറോ ചെയ്താൽ അത് കണ്ടിന്യൂസ് ആകത്തില്ല. സോ നമ്മൾ ഈ 1 കഴിഞ്ഞുള്ള നെക്സ്റ്റ് 0നെ നമ്മൾ 1 ആക്കുന്നു. അടുത്ത് അങ്ങനെ 3 എണ്ണത്തിന് നമ്മൾ 1 ആക്കുന്നു. സോ നമ്മളിവിടെ നിന്ന് 3 ബിറ്റ്സിനെ നമ്മൾ ബോറോ ചെയ്തു. 3 ബിറ്റ്സിനെ 0 മാറ്റി നമ്മൾ 1 ആക്കി. സോ ഇനി ഇതെന്ന് പറയുന്ന 255 ആണ്, ഇത് 255 ആണ്, ഇത് 255 ആണ്. ഇതിനെ നമ്മൾ ഡെസിമൽ ഫോമിലോട്ടാക്കും. ഈ 110000നെ നമ്മൾ ഡെസിമൽ ഫോമിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 224 ആണ് കിട്ടുന്നത്. സോ എന്താണ് നമ്മുടെ ന്യൂ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത്? സോ ഇതാണ് നമ്മുടെ ന്യൂ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുമ്പം നമ്മളുടെ നേരത്തെ ഉള്ള 24 1സും ബോറോ ചെയ്ത 3 1സും കൂടെ ചേർത്തിട്ട് നമുക്ക് എത്ര കിട്ടി? ഇതെല്ലാം 255 ഡെസിമലിലാക്കുന്നു. 255 ഡെസിമലിലാക്കുന്നു. 255 ഇതിനെ ഡെസിമലിലാക്കുമ്പോൾ 224 ആണ് കിട്ടുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ന്യൂ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? ഇതിന് നമ്മൾ /24 ഗിവൺ സബ്നെറ്റ് മാസ്ക് ആയിട്ട് എഴുതി. എന്നിട്ട് നമ്മൾ എത്ര സബ്നെറ്റ്സ് വേണം? 6 സബ്നെറ്റ്സ് വേണമെന്ന് പറഞ്ഞു. നമ്മൾ 2n ആണ് നമ്പർ ഓഫ് സബ്നെറ്റ്സ്. സോ നമ്മൾ 2 = 8 എന്ന് കണ്ടുപിടിച്ചു, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 6. ഓക്കെ, നമ്മൾ 3 ബിറ്റ്സ് ഹോസ്റ്റ് പാർട്ടിൽ നിന്ന് ബോറോ ചെയ്തു. അതാണ് ഈ 3 ബിറ്റ്സ്. കാരണം ഹോസ്റ്റ് പാർട്ടിൽ ഇത്രയും 0s ആണെന്നുണ്ടായിരുന്നു. നമ്മൾ അതിൽ നിന്ന് 3 ബിറ്റ്സ് ബോറോ ചെയ്തു. എന്നിട്ട് നമ്മൾ ന്യൂ സബ്നെറ്റ് മാസ്ക് കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ഇൻട്രസ്റ്റിംഗ് ഒക്ടറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻട്രസ്റ്റിംഗ് ഒക്ടറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? 224നെ ഈ 224നെ നമ്മൾ എടുത്തിട്ട് ബ്ലോക്ക് സൈസ് കണ്ടുപിടിക്കും. സോ ഈ 224 ആണ് ഇൻട്രസ്റ്റിംഗ് ഒക്ടറ്റ്. കാരണം 0ഉം 255ഉം ആകാൻ പാടില്ല. ഓക്കെ, സോ 0ഉം 255ഉം ആകുമ്പോൾ ഇത് 255 ആണ്, ഇത് 255 ആണ്, ഇത് 255 ആണ്, ഇത് 0 അല്ല 255 അല്ല. സോ ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ഒക്ടറ്റ് എന്ന് പറയുന്നത്. സോ ബ്ലോക്ക് സൈസ് കണ്ടുപിടിക്കണം. ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ആദ്യമേ പറഞ്ഞു ഓരോ ബ്ലോക്കിലും 256 ആണുള്ളത്. മാക്സിമം നമ്പർ 256 ആണെന്ന് പറഞ്ഞു. സോ എന്താണ് 256 മൈനസ് 224. സോ നിങ്ങൾക്ക് അപ്പോൾ ഡൗട്ട് വരും, എല്ലാ ബിറ്റ്സിലും മാക്സിമം 256 ആണ് ഉള്ളതെങ്കിൽ ഇതെങ്ങനെ 255 വരുമെന്ന്. കാരണം ഇത് 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 തൊട്ട് 1 2 3 4 5 അങ്ങനെ ആകുമ്പോൾ 1 2 3 4 5. ഇത് 1 2 3 4 5 ബിറ്റ്സ് ആയി. പക്ഷേ ഇവിടെ എത്രയാണുള്ളത്? 4 ആണുള്ളത്. സോ സെയിം. മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ പറയാം. 0 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 to 255 എന്ന് പറയുന്നത് എത്ര ബിറ്റ്സ് ആണ്? 256 ബിറ്റ്സ് അല്ല, എത്ര നമ്പേഴ്സ് ഉണ്ട്? 256 വരെയാണുള്ളത്. ഓക്കെ, സോ അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. 256 മൈനസ് 224 നമ്മൾ ചെയ്യുന്നു. സോ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 32. സോ നമ്മുടെ ഓരോ സബ്നെറ്റ്സിൻ്റെയും ഓരോ സബ്നെറ്റ്സിലും എത്ര ഹോസ്റ്റ് ഉണ്ടാവും? 32 ഹോസ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഓരോ സബ്നെറ്റ്സിലും. ഓക്കെ, അപ്പം എന്ന് പറഞ്ഞാൽ 32 വരെ നമ്മൾ ഓരോ സബ്നെറ്റ്സും കണ്ടുപിടിക്കുന്നു. നമുക്ക് അടുത്ത് ചെയ്യുമ്പോൾ മനസ്സിലാവും. ആൻഡ് നമ്പർ ഓഫ് ഹോസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ നമ്പർ ഓഫ് ഹോസ്റ്റ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് എത്ര നമ്പർ ഓഫ് സീറോസ് ഉണ്ട് അതിനെ 2h. നമ്പർ ഓഫ് സീറോസ് ആണ് ഹോസ്റ്റ് ബിറ്റ്സ് ആണ്. 0 1 2 3 4 5 5 സീറോസ് ആണുള്ളത്. സോ 2⁵ ആണ് നമ്മുടെ നമ്പർ ഓഫ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. 2⁵ ആണ്. ആൻഡ് വാലിഡ് ഹോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? വാലിഡ് ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ 2⁵ - 2.
സോ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എഴുതാം. ഇത്രയും വാലിഡ് ഹോസ്റ്റാണ് നമുക്കുള്ളത്. സോ നമ്മൾ 2 മൈനസ് ചെയ്യുന്നത് ഒരെണ്ണം നെറ്റ്വർക്ക് ഐ ഡി ആയിട്ട് പോവും, ഒരെണ്ണം ബ്രോഡ്കാസ്റ്റ് ഐ ഡി ആയിട്ടും പോവും ഈ 2⁵. സോ യാ, ഇനി നമുക്ക് ഓരോ സബ്നെറ്റ്സും കണ്ടുപിടിക്കണം. സോ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന IP അഡ്രസ്സും ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പുതിയ സബ്നെറ്റ് മാസ്ക്, നമ്മൾ കണ്ടുപിടിച്ച പുതിയ സബ്നെറ്റ് മാസ്ക്. ഓക്കെ, സോ ഈ 192.168.10.0 ആണ്. സോ 224 ആണ് ഇൻട്രസ്റ്റിംഗ് ഒക്ടറ്റ്. സോ ഈ ഒരു ഭാഗം ചേഞ്ച് ചെയ്യും. ഇത്രയും നെറ്റ്വർക്ക് ബിറ്റ്സ് ആണ്. ഇതാണ് ഹോസ്റ്റ് ബിറ്റ്സ്. സോ ഹോസ്റ്റ് ബിറ്റ്സ് മാത്രമേ ചേഞ്ച് ആക്കാൻ പാടുള്ളൂ, നെറ്റ്വർക്ക് ബിറ്റ്സ് അത്രയും വച്ചിരിക്കണം. സോ ഈ 3 ഒക്ടറ്റ്സും നെറ്റ്വർക്ക് ബിറ്റ്സ് ആണ്. ദാറ്റ് മീൻസ് ഈ 3ഉം നെറ്റ്വർക്ക് ബിറ്റ്സ് ആണ്. ആൻഡ് ഇത് മാത്രമാണ് ഹോസ്റ്റ് ബിറ്റ്, ഇത് മാത്രമേ ചേഞ്ച് ആകത്തുള്ളൂ. ഇത് 3ഉം സെയിം ആയിട്ടിരിക്കും. ദാറ്റ് മീൻസ് നമ്മുടെ ഫസ്റ്റ് ആയിട്ടുള്ള സബ്നെറ്റ് 0 ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ സബ്നെറ്റ് 1 എന്ന് എഴുതാം. ഫസ്റ്റ് സബ്നെറ്റ് എന്താണ്? 192.168.10.0 ആണ് നമ്മളിവിടെ വെക്കുന്നത്. കാരണം ഇത് ഇത്രയും സെയിം ആയിരിക്കും. ആൻഡ് ഇത് നമ്മൾ 0 ആക്കി, ഫസ്റ്റ് അല്ലേ, സോ 0 ആക്കി വെക്കാം. ആൻഡ് നമ്മൾ പറഞ്ഞു ബ്ലോക്ക് സൈസ് എത്രയാ? 32 ആണ് നമ്മുടെ ബ്ലോക്ക് സൈസ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത് 32 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു നേരത്തെ. സോ ഇത് 32 ആകണം. സോ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു സബ്നെറ്റിലെ എത്ര വരെ വരും? 192.168.10.32 വരെ വരും. 32. ഓക്കെ, സോ 32 വരെ വരും. ആൻഡ് 32 വരെ വരുമോ? 0 തൊട്ടാണ് തുടങ്ങുന്നത്. സോ എന്താണ്? 31 ആണ് ഈ സബ്നെറ്റിൻ്റെ റേഞ്ച്. അടുത്ത സബ്നെറ്റ് എത്രയാ? സബ്നെറ്റ് 2 എന്ന് പറയുന്നത് 192.168.10.32. ആൻഡ് അത് പ്ലസ് 30 എത്ര വരും? 192.32 ഉൾപ്പെടെ നമുക്ക് അടുത്ത് പ്ലസ് 32 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? പ്ലസ് 32 ചെയ്യുമ്പോൾ നമുക്ക് 64 കിട്ടും. -1 ചെയ്യണം. ഓക്കെ, സോ 192.168.10.63 ആണ് ഇതിൽ റേഞ്ച് വരുന്നത്. അങ്ങനെ സബ്നെറ്റ് 3 കണ്ടുപിടിക്കാം. സബ്നെറ്റ് 3 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്തല്ലോ, 192.168.10. ഇതിൽ നിന്ന് 32 കൂട്ടണം. സോ 64. സോ ഇതാണ്. സോ ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു സബ്നെറ്റിൽ വാലിഡ് ഹോസ്റ്റ് എന്ന് പറയുന്നത് 2⁻⁻² ആണ്. ഓക്കെ, കാരണം ഈ ഒരു ഫസ്റ്റ് ഐ ഡി നെറ്റ്വർക്ക് ഐ ഡി ആയിട്ടും പോവും, ഇതാണല്ലോ ഇതിൻ്റെ ലാസ്റ്റ് ഐ ഡി സബ്നെറ്റിൻ്റെ, അത് ബ്രോഡ്കാസ്റ്റ് ഐ ഡി ആയിട്ടും പോവും. ആൻഡ് ഇതിൻ്റെ വാലിഡ് റേഞ്ച്, ഈ ഒരു സബ്നെറ്റിൻ്റെ വാലിഡ് റേഞ്ച് എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സബ്നെറ്റ് ആണ്. ദാറ്റ് ഈസ് 192.168. ഇത് ഇത്രയും ഒരേപോലെ നിൽക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതാണ് മാറുന്നത്, +1 ചെയ്യണം. ദാറ്റ് ഈസ് 1. ഓക്കെ, ആൻഡ് അടുത്ത് ബ്രോഡ്കാസ്റ്റ് 2 എത്രയാണ് ഇതിൻ്റെ റേഞ്ച്? ഇത് തൊട്ട് 192.168.10. ഇത്രയും ഒരേപോലെ നിൽക്കും. ആൻഡ് 31 ആണ് ലാസ്റ്റ്. 31നെ 1 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 30 വരെയാണ് ഇതിൻ്റെ റേഞ്ച്, വാലിഡ് റേഞ്ച് എന്ന് പറയുന്നത്. സോ അടുത്തത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇതിൻ്റെ വാലിഡ് റേഞ്ച് എന്ന് പറയുന്നത് 192.168.10. ഇത്രയും നമ്മൾ നെറ്റ്വർക്ക് ബിറ്റാണ്. സോ അത് അതേപോലത്തെ പെർമനൻ്റ് ആണ്. സോ 32 ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. സോ ഇതിൻ്റെ നെക്സ്റ്റ് ഹോസ്റ്റ് ഏതാണ്? 32 + 1, ദാറ്റ് ഈസ് 33. ആൻഡ് ഇതാണ് ലാസ്റ്റ്. ഇത് നെറ്റ്വർക്ക് ഐ ഡി ആണ്, ഇത് ബ്രോഡ്കാസ്റ്റ് ഐ ഡി ആണ്. ആൻഡ് ഇതാണ് ലാസ്റ്റ്. അപ്പോൾ ഇതിന് മൈനസ് ചെയ്യണം. സോ ഇതിൻ്റെ വാലിഡ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 192.168.10.64. സോ നമ്മളിങ്ങനെ കണ്ടുപിടിക്കും. സോ ഗൈസ്, നമ്മൾ വേറൊരു എക്സാമ്പിൾ ചെയ്ത് കാണിച്ചല്ലോ. സോ ചെയ്ത് കാണിച്ചപ്പോൾ നമ്മൾ 192.168.10.0 /24 വന്നപ്പോൾ 24 നെറ്റ്വർക്ക് ബിറ്റ്സ് ആണുള്ളത്. സോ 24 1 വെച്ച് നമ്മൾ അതിൻ്റെ നെറ്റ്വർക്ക് മാസ്ക് കണ്ടുപിടിച്ചു. അതാണ് 255.255.255.0. ആൻഡ് നമുക്ക് എത്രയാണ്? 6 ഡിപ്പാർട്ട്മെന്റ്സ് വേണം എന്നാണ് പറഞ്ഞത്. സോ 6 ഡിപ്പാർട്ട്മെന്റ്സ് വേണമെങ്കിൽ 6 സബ്നെറ്റ്സ് വേണം എന്നാണ് അർത്ഥം. 2⁻n എന്ന് പറയുന്ന 6 അല്ലെങ്കിൽ >6 വരണം. അതായത് 2⁻3 എന്ന് നമുക്ക് കിട്ടി. ആൻഡ് 8 സബ്നെറ്റ്സ് ആണ് അതിൽ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ 2⁻3 = 8 സബ്നെറ്റ്സ് വരുമ്പോൾ 3 നെറ്റ്വർക്ക് ബിറ്റ്സ് നമ്മൾ ഹോസ്റ്റ് എന്ന്
ബോറോ ചെയ്യണം. സോ 24 + 3 27 നെറ്റ്വർക്ക് ബിറ്റ്സ് ആയിരിക്കും വരുന്നത്. ആൻഡ് അതൊന്ന് നമുക്ക് കിട്ടുന്ന പുതിയ മാസ്ക് എന്ന് പറയുന്നത് 255.255.255.224 ആണ്. ഓക്കെ, ഈ 224 ആണ് നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ഒക്ടറ്റ്. കാരണം അത് 255 അല്ല, 0 അല്ല. സോ അത് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ഒക്ടറ്റ് ആണ്. സോ അത് വെച്ച് നമ്മൾ ബ്ലോക്ക് സൈസ് കണ്ടുപിടിക്കും. സോ ബ്ലോക്ക് സൈസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 256 മൈനസ് നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ഒക്ടറ്റിൽ ഏതാണോ ഉള്ളത്. സോ 256 മൈനസ് 224 എന്ന് പറയുന്നത് 32 ആണ്. അതാണ് നമ്മുടെ ബ്ലോക്ക് സൈസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ IP റേഞ്ച് എന്ന് പറയുന്നത് ഇത് 192ഉം 168ഉം 10ഉം നെറ്റ്വർക്ക് ബിറ്റ്സ് ആണ്. ഓക്കെ, ആൻഡ് 0 ആണ് മാറുന്നത്, അത് ഹോസ്റ്റ് ബിറ്റ് ആയതുകൊണ്ട്. ഓക്കെ, ആൻഡ് അത് നമ്മൾ ആദ്യത്തെ IP അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്? 192.168.10. ഇവിടെ ശ്രദ്ധിച്ചറിയാം, ഈ ഒരു 3 ഒക്ടറ്റ്സിലുള്ളതും എല്ലാ ഇതിലും സെയിം ആയിരിക്കും. ഇത് ഒരു സബ്നെറ്റ്, ഇത് സെക്കൻഡ് സബ്നെറ്റ്, തേർഡ് സബ്നെറ്റ്, ഫോർത്ത് സബ്നെറ്റ്, ഫിഫ്ത് സബ്നെറ്റ്, സിക്സ് സബ്നെറ്റ്. ഓക്കെ, ഈ എല്ലാ സബ്നെറ്റിലും ഈ 3 ഒക്ടറ്റ്സിലുള്ളതും സെയിം ആയിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? ഈ നമ്മുടെ ഫസ്റ്റ് കിട്ടിയ നമുക്ക് സബ്നെറ്റ് മാസ്കിൽ കട്ടാൻ ശ്രദ്ധിച്ചാൽ അറിയാം, 255.255.255.0 ആണ് വരുന്നത്. 255 വരുന്ന എല്ലാം എന്താണ്? നെറ്റ്വർക്ക് ബിറ്റ്സ് ആണ്. സോ ഫസ്റ്റ് 3 255 ആണ് വന്നത്. സോ ഫസ്റ്റ് 3 നെറ്റ്വർക്ക് ബിറ്റ്സ് ആണ്. സോ അത് ചേഞ്ച് ആകത്തേ ഇല്ല. ഓക്കെ, ഇനി നമ്മൾ 0, 32, 64 ഈ ലാസ്റ്റ് ഒക്ടറ്റ് ആണ് ചേഞ്ച് ആവുന്നത്. കാരണം എന്താണ്? എല്ലാ ക്വസ്റ്റ്യൻസിലും ഇങ്ങനെ അല്ലായിരിക്കും, ഓരോ സബ്നെറ്റ് മാസ്ക് അനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, ഇതിൽ ഫസ്റ്റ് 3 ഒക്ടറ്റ്സ് ആണ് നെറ്റ്വർക്ക് ബിറ്റ്സ് ആയിട്ട് വരുന്നത്. സോ അതുകൊണ്ടാണ് അത് ചേഞ്ച് ആവാത്തത്. ആൻഡ് ലാസ്റ്റ് ആണ് ഹോസ്റ്റ് ബിറ്റ് ആയിട്ട് വരുന്നത്, അതുകൊണ്ടാണ് അത് ചേഞ്ച് ആകുന്നത്. ഓക്കെ, സോ ഈ 0, 32, 64 ചേഞ്ച് ആകുന്നതാണ്. ഇത് എന്തിന്റെ ബേസിലാണ് ചേഞ്ച് ആകുന്നത്? ബ്ലോക്ക് സൈസിന്റെ ബേസിലാണ് ചേഞ്ച് ആകുന്നത്. സോ 32 ആണ് നമ്മുടെ ബ്ലോക്ക് സൈസ്. ഫസ്റ്റ് അതുകൊണ്ട് എന്താണ്? 0 to 31 ആണ് ഫസ്റ്റ് IP റേഞ്ച് എന്ന് പറയുന്നത്. അടുത്ത സബ്നെറ്റ് എന്താണ്? 32. അടുത്ത +64 ചെയ്യുമ്പോൾ +32 ചെയ്യുമ്പോൾ 64. 64 + 32 ചെയ്യുമ്പോൾ 96. 96 + 32 ചെയ്യുമ്പോൾ 128. 128 + 32 ചെയ്യുമ്പോൾ 160. സോ ഇതാണ് നമ്മുടെ ഓരോ സബ്നെറ്റ്സിന്റെയും ഫസ്റ്റ് IP അഡ്രസ് എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് IP അഡ്രസ് എന്ന് പറയുന്നത് ഇതാണ്, ദാറ്റ് ഇസ് ബ്രോഡ്കാസ്റ്റ് ID. ഓക്കെ, 0 തൊട്ട് 31 വരെയാണ്, 32 തൊട്ട് 63 വരെയാണ്, 64 തൊട്ട് 95 വരെയാണ്, 96 തൊട്ട് 127 വരെയാണ്, അങ്ങനെ 128 തൊട്ട് 159 വരെ, 160 തൊട്ട് 191 വരെയും ആണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വാലിഡ് ഹോസ്റ്റ് റേഞ്ച് എന്ന് പറയുന്നത് 192.168.0 നെറ്റ്വർക്ക് ID ആണ്. അടുത്ത IP അഡ്രസ് ഏതാണ്? 0.1. സോ ആൻഡ് ഇതിന്റെ ഒരെണ്ണം മൈനസ് ചെയ്ത എന്താണ്? 30. അതാണ് നമ്മുടെ വാലിഡ് IP റേഞ്ച് എന്ന് പറയുന്നത്. സോ 198.168.10.1 തൊട്ട് 192.168.10.30 വരെയാണ് ഇതിന്റെ വാലിഡ് ഹോസ്റ്റ് റേഞ്ച് വരുന്നത്. ആൻഡ് അതേപോലെ തന്നെ 32ഉം 63ഉം നെറ്റ്വർക്ക് ID ആണ്. അതിന്റെ ഇടയ്ക്ക് വരുന്ന IP അഡ്രസ് എല്ലാം ഇതിന്റെ വാലിഡ് റേഞ്ച് ആണ്. ഇടയ്ക്ക് വരുന്ന എന്താണ്? 32ന്റെയും 63യുടെയും ഇടയ്ക്ക് വരുന്ന എന്താണ്? 33ഉം തൊട്ട് 62 വരെയാണ് ഇടയ്ക്ക് വരുന്നത്. ആൻഡ് 64ന്റെയും 95ന്റെ ഇടയ്ക്ക് വരുന്ന എന്താണ്? 65 തൊട്ട് 94 വരെ. അങ്ങനെയാണ് ഇത് എല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത്. സോ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വരുമ്പം നമ്മൾ സബ്നെറ്റ് എത്രയാണോ സബ്നെറ്റ് കണ്ടുപിടിക്കാൻ പറയുന്നത് അത്രയും സബ്നെറ്റ്സും ആൻഡ് അതിന്റെ നെറ്റ്വർക്ക് ID, വാലിഡ് ഹോസ്റ്റ് റേഞ്ച്, ബ്രോഡ്കാസ്റ്റ് ID നമ്മൾ കണ്ടുപിടിക്കണം. സോ ഈ 6 എണ്ണത്തിനെ നമ്മൾ കണ്ടുപിടിച്ചു. സോ ഈ ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ആക്കി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ഈ 2 ക്വസ്റ്റ്യൻസുമാണ് സോൾവ് ആക്കാൻ പോകുന്നത്. ഓക്കെ, സോ എങ്ങനെയാണ് സബ്മിറ്റിംഗ് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു.